ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഒരു 10-12 ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസത്തെ ലാഗ് കാര്യങ്ങളൊക്കെ ശേഷം ഒരു വീഡിയോ വരുന്നതാണ്. അപ്പോൾ വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പം ഭയങ്കരമായിട്ട് കുറച്ച് ട്രെൻഡിങ് നിൽക്കുന്ന ഒരു ഗെയിമാണ് ഫ്രീ സിറ്റി എന്ന് പറഞ്ഞത്. ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തേക്കുന്ന ഗെറീനയാണ്, നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഡെവലപ്പേഴ്സാണ് ഈ ഒരു ഗെയിം ഡെവലപ്പ് കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഗെയിം ഇത്ര ആളുകൾ കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയും കളിക്കാനുള്ള വഴി നോക്കുന്നത്. അത് പക്ഷേ നമുക്ക് ഇന്ത്യൻ സെർവറിൽ കളിക്കാൻ പറ്റത്തില്ല. കാര്യം ഇന്ത്യയിൽ അത് റിലീസായിട്ടില്ല, അല്ലെങ്കിൽ ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ അതാണക്ക് തന്നെ മിക്ക സെർവേഴ്സിലും അത് ലോഞ്ച് ആയിട്ടില്ല. കുറച്ച് സെർവേഴ്സിൽ മാത്രമേ ലോഞ്ച് ആയിട്ടുള്ളൂ. പിന്നെ VPN വെച്ചിട്ട് കളിക്കാമെന്ന് വെച്ച് നോക്കിക്കുന്ന ടൈമിലും അതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ അത് ഫുള്ള് ഫിക്സ് ചെയ്യുന്നൊരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് മെയിനായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഈ ലിങ്കിൽ കൂടെ കയറി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ XAPK ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നൊന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ അതിൽ കൂടെയൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ എടുത്താൽ തന്നെ മിക്കതും വർക്ക് ആവുന്നില്ല. ഞാൻ 2-3 വട്ടം ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ലിങ്കിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യമേ APK ഇൻസ്റ്റാൾ, ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എങ്ങനെ ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം. ആദ്യമേ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിനകത്ത് ഞാൻ കാണിക്കുന്ന കണക്ക് തന്നെ ആരോസൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കളയുക. കുറച്ച് ആഡ്സ് വരും. ജസ്റ്റ് താഴേക്ക് പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനായിട്ട് കാണിക്കും. എന്നിട്ട് അവിടെ ഒരു വെരിഫൈ ബട്ടൺ വരും. നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് സമയത്ത് അത് ജസ്റ്റ് വെരിഫൈ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇതൊന്നും വരത്തില്ല. ഡയറക്റ്റ് ഒരു കണ്ടിന്യൂ ബട്ടൺ ആയിരിക്കും വരിക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുത്ത പേജിലേക്ക് പോകും. അത്യാവശ്യം ഞാൻ ഈ ഒരു ഇത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എടുക്കണമെന്ന് പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഒരു സെക്കൻഡ് പേജിലേക്കും, ആ സെക്കൻഡ് പേജും നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ആഡ്സ് രണ്ട് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇങ്ങനെ ഒരു 2-3 പേജ്, എനിക്കൊന്ന് ടോട്ടൽ ഒരു 3 പേജ് വരും. 4th പേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ആപ്പും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോയാൽ മാത്രം മതി. ആദ്യത്തെ ഈ ഒരു ഇൻസ്റ്റാളിങ്ങിൻ്റെ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ ഒരു ആപ്പിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫയൽ കാര്യങ്ങളൊന്നും മാറ്റിയിടേ ഒന്നും വേണ്ട. നിങ്ങൾ ഈ ഒരു APK ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഫയൽസ് ഡയറക്റ്റായിട്ട് എല്ലാം സെറ്റായിക്കോളും, നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന കണക്ക്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഈ ഒരു ഇത് തന്നെ നിങ്ങളോട് എടുക്കാനായിട്ട് പറയുന്നതും. അപ്പോൾ നിങ്ങൾക്ക് അവസാനത്തെ സ്റ്റെപ്പ് ഓപ്പൺ ലിങ്ക് എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു 3 സെക്കൻഡ് കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോഴത്തേക്കും ഗെറ്റ് ലിങ്ക് എന്ന് വരും. അത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതിലേക്ക് പോകും. പിന്നെ ഞാൻ ഇത് കാണിക്കുന്നത് ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയുടെ ഒരു പാർട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതിനകത്തൊന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പേര് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. കറക്റ്റ് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രീ സിറ്റിയുടെ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ഫ്രീ ഡൗൺലോഡ് കൊടുക്കുക. അതിനുശേഷം ലിങ്ക് ജനറേറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടെ അടുത്ത പേജിൽ വരുമ്പോൾ ഡൗൺലോഡ് ഞങ്ങൾ കൊടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. എന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരിക, ഗറീന ഫ്രീ സിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക്, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ഓപ്പൺ എന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ചോദിക്കും. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 800 MB സംതിങ് ഉണ്ട്. അത് ഡൗൺലോഡായി ഫുള്ളായതിനു ശേഷം നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റാൾ എന്ന് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അലോ ഡൗൺലോഡ് ഫ്രം അൺനോൺ സോഴ്സ് ഓൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഫയൽ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടും. എന്ന് വെച്ചാൽ ആ ഒരു ആപ്പ് ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഫയലെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു ആപ്പ് കിട്ടും. അതിനുശേഷം ഞാൻ രണ്ടാമതൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു VPNൻ്റെ ലിങ്ക്. കറക്റ്റ് ആ ഒരു VPN തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾ ഇതേ സെയിം സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് ആ ഒരു VPN ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു VPN ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നതാണ് നിങ്ങൾ സെർവർ അർജൻറ്റീനയാക്കുക. അതിനകത്ത് ഏതെങ്കിലും ഒരു അർജൻറ്റീന സെർവർ യൂസ് ചെയ്താൽ ഈ VPN തന്നെ യൂസ് ചെയ്യാൻ പറയുന്ന കാര്യം, വേറെ VPN യൂസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഫ്രീ സിറ്റി ആപ്ലിക്കേഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമേ VPN കണക്ട് ചെയ്തിട്ട് ഫ്രീ സിറ്റി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആദ്യമേ കുറച്ച് നേരം എടുക്കും. നമ്മുടെ VPN കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഗെറ്റ് റിസോഴ്സ് ഫയൽസ് ഇൻഫോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ടൈം അവർ ഇങ്ങനെ ലോഡിങ് കാണിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഒരു 10-20 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു VPN ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേറെ ഒന്നും പറ്റില്ല. നിങ്ങൾ നേരെ VPN എടുത്തിട്ട് ആ കണക്ട് കഴിഞ്ഞ് നിന്ന് ഡിസ്കണക്റ്റ് ആക്കുക. ഡിസ്കണക്റ്റ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഫയലെല്ലാം ലോഡ് ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് VPNൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്ത് പോവുക. അതിനുശേഷം നിങ്ങൾ VPN ഓഫ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് കൺഫേം അപ്ഡേറ്റ് എന്ന് കാണിക്കും. ജസ്റ്റ് അതൊന്ന് കൊടുക്കുക. ആ കൺഫേം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു 30 MB ആവുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും VPN ക്ലോസ് ചെയ്ത് കളയരുത്. ആ VPNലേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ
നമുക്ക് ആദ്യമേ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് കണക്റ്റഡ് ആകുമ്പം വീണ്ടും നമ്മുടെ ഫ്രീ സിറ്റി ആപ്ലിക്കേഷൻ എടുക്കുക. അതിനുശേഷം ആ ഒരു 30 MB ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു VPN ഓപ്പൺ ചെയ്യുന്നത്. ഒരു 3 MB കൂടെ കയറാനായിട്ട് കുറച്ച് ടൈം എടുക്കും. VPN ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നല്ല സ്ലോയിലേ പോകത്തുള്ളൂ പിന്നെ നെറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് 1 മിനിറ്റും കൂടെയെങ്കിലും എടുക്കും ആ ഒരു 3 MB കയറാനായിട്ട്. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, ആ ഒരു 30 MB കഴിയുന്ന സമയത്ത് നിങ്ങളോട് ഒരു ഫുൾ വെർഷൻ വേണമെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പ്ലേ കൊടുത്താൽ മതി. കാര്യം ഫുൾ വെർഷൻ പിന്നെ എടുക്കാം. നമ്മൾ VPNൻ്റെ ഈ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫുൾ വെർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ഫുൾ വെർഷൻ എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് വേണ്ടാന്ന് കൊടുക്കുക. അതിനുശേഷം പ്ലേ കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 100% ഒന്ന് ലോഡ് ആവാനായിട്ടുണ്ട്, ഒരു ഡീകംപ്രഷൻ എന്ന് പറഞ്ഞിട്ട്. അതിന് നെറ്റ് എടുക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ VPN ഡിസ്കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. വീണ്ടും VPN കണക്ട് ചെയ്തിട്ടേക്കുന്ന VPN അതേ കണക്ക് തന്നെ കിടക്കട്ടെ. അതൊന്നും ഒരു പ്രശ്നമല്ല. ഇതൊന്നും നമുക്ക് നെറ്റിൻ്റെ ഒരു ആവശ്യം വരുന്നില്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ലോഡായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനൊരു കുറച്ച് ടൈം എടുക്കും. ഒരു 100% ലോഡായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ പേജിലേക്ക് എത്തുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഗൂഗിൾ ലോഗിൻ കാണാം, ഗസ്റ്റ് ലോഗിൻ കാണാം. അതിനകത്ത് ഞാൻ പറയുന്നത് ഗസ്റ്റ് ലോഗിൻ മാത്രം യൂസ് ചെയ്യുക. അവിടെ ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി പോളിസിയൊക്കെ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗസ്റ്റ് ലോഗിൻ കൊടുക്കുക. നമ്മൾ ഗൂഗിൾ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നേരെ ഗസ്റ്റ് ലോഗിൻ കൊടുക്കുക. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അക്കൗണ്ട് ലോഗിൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ അതറൈസ് എടുത്ത് കാണിക്കും. അതിനുശേഷം ജസ്റ്റ് സ്റ്റാർട്ട് ഗെയിം കൊടുക്കുക. സ്റ്റാർട്ട് ഗെയിം കൊടുക്കുമ്പം ആദ്യമേ കണക്റ്റിംഗ് ടു ദി സെർവർ എല്ലാത്തിനും കുറച്ച് ടൈം എടുക്കും. ഫസ്റ്റ് ടൈമിൽ മാത്രമേ എടുക്കുകയുള്ളൂ ഈ ഒരു ടൈം. അതിനുശേഷം നമ്മൾ കയറുമ്പോഴേക്കും പെട്ടെന്ന് ഇവിടെ തന്നെ നമുക്ക് കയറി പോകാനായിട്ട് പറ്റും. ഈ ഒരു വെയിറ്റിംഗ് ഒന്നിനും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ടു സെർവർ എന്ന് കാണിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വരും, നെറ്റ്വർക്ക് കണക്ഷൻ ഫെയിൽഡ്. അപ്പോൾ നിങ്ങൾ നേരെ എടുക്കുക, VPN കണക്ട് ചെയ്തിട്ടേക്കുന്ന VPN ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. നേരെ നമ്മുടെ ഈ ഒരു ലോഗിൻ പേജിലേക്ക് വരിക. അതിനുശേഷം കൺഫേം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഒന്നും കൂടെ ചെയ്തു പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് കണക്റ്റായി കിട്ടുന്നതായിട്ട് പറ്റും. നമ്മുടെ സെർവർ ഗെയിമിലേക്ക് കയറുന്നതായിട്ട് പറ്റും. പിന്നെ നമുക്ക് VPNൻ്റെ ആവശ്യമില്ല. ഇൻ കേസ് എവിടെയെങ്കിലും വെച്ച് ഗെയിം ഒന്ന് സ്ട്രക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ഡേറ്റ കൊടുത്തിട്ട് ഒന്നും കൂടി ഇതേ സ്റ്റെപ്പ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. വേറെ പ്രോബ്ലമൊന്നുമില്ല. അത് സ്റ്റക്ക് ആവേണ്ട ചാൻസ് വളരെ കുറവാണ്. ചിലപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് സ്റ്റക്കായുള്ള കാര്യം മാത്രം പറഞ്ഞതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ക്യാരക്ടറെല്ലാം കസ്റ്റമൈസേഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു RP കണക്കൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് അതിനകത്ത് കയറി നമുക്ക് ഫ്രണ്ട്സുമായിട്ട് അവിടെ നിന്നൊന്ന് ചാറ്റിങ് മാത്രമേ പറ്റത്തുള്ളൂ, അല്ല വേറെ പ്ലെയേഴ്സൊന്നും വരത്തില്ല. അപ്പോൾ അതൊരു നല്ല ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് RP കളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നമുക്ക് RP കളിക്കാൻ പറ്റുന്ന ഒരു ഫോണിൽ RP കളിക്കാൻ പറ്റുന്ന ഒരു സെർവറൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൻ്റെ ഒരു 2 പാർട്ട് വീഡിയോ ഞാൻ കൊടുത്തേക്കാം. ആദ്യമേ ഇട്ടേക്കുന്നതാണ്, രണ്ടാമത് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് കളിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ രണ്ടാമത് ഇട്ടേക്കുന്ന വീഡിയോ ഫുൾ ഇൻസ്റ്റലേഷൻ പ്രോസസ്സുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആ ഒരു RP മാത്രമുള്ള സെർവറിൽ കയറാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫ്ലൈനാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ്ലൈൻ മോഡലാണ് ഗെയിം എന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്ലെയർ ഇല്ല. നമ്മളെ ഫ്രണ്ട്സുമായിട്ട് കളിക്കുമ്പോൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സിറ്റിക്കകത്ത് മൊത്തം ഒന്ന് വൈബായിട്ട് നടക്കാം. പിന്നെ ഒരു വോയിസ് ചാറ്റും വരുന്നുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. വേറെ വെളിയിൽ നിന്നുള്ള പ്ലേയേഴ്സ് ആരുമില്ല. നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ അവർ മാത്രമേ ഈ ഒരു ഫ്രീ സിറ്റിയിൽ കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ കുറേ ബാങ്ക് റോബറി കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ആദ്യം തന്നെ ഗെയിം ഓപ്പൺ ചെയ്ത് ചെല്ലുമ്പം തന്നെ ഒരു ബാങ്ക് റോബറിയുടെ ഒരു മിഷനിലേക്കൊക്കെയാണ് ചെല്ലുന്നത്. അപ്പോൾ ഇത്ര എളുപ്പമാണ് നമുക്കിത് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതുകണക്ക് ഞാൻ പറഞ്ഞു മറക്കണ്ട, ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. APKയുടെ ലിങ്കും VPNൻ്റെ ലിങ്കും പിന്നെ RP സെർവർ നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കാണും. അപ്പോൾ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കുറച്ച് റെക്കമെൻഡേഷൻ കൂടെ കേട്ടി തരിക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ഗൈസ്.